അവസ്ഥ. ന്യൂനപക്ഷങ്ങൾ അനീതിക്കിരയാക്കപ്പെട്ടാലും അവിടെ ജ്വലിച്ചു നിൽക്കുന്ന ശബ്ദം ഭൂരിപക്ഷത്തിൻ്റെതാണ്. വ്യക്തമായ അനീതിയാണെന്നുള്ളത് ആർക്കാണ് അതിൽ സംശയമുള്ളത്? അവർക്ക് തന്നെ അറിയില്ല അനീതി ചെയ്യണം. അതിൽ സുഖം കണ്ടെത്തുന്നവരാണ്. ഒരു വിഭാഗത്തെ അനീതിക്കിരയാക്കിക്കൊണ്ട് സുഖം കണ്ടെത്തുന്ന, അതിൽ ആസ്വാദനം കണ്ടെത്തുന്നവരാണ് ഫാസിസ്റ്റുകൾ. അതുകൊണ്ടാണ് അവർ ഫാസിസ്റ്റുകളായത്. പ്രിയപ്പെട്ടവർ, ഇവിടെ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ രാഷ്ട്രീയപരമായി അല്ലെങ്കിൽ നമ്മുടെ സാമൂഹിക ചുറ്റുപാടിലൊക്കെ പല വീക്ഷണം ചിന്താഗതിയുള്ള ആളുകൾ ഇവിടെ ഉണ്ടാകാം. പക്ഷെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, മതപരമായി ചിന്തിക്കുമ്പോൾ ഒരു മുസ്ലിമിന് ഇത്തരം പ്രതിസന്ധികളിൽ യുക്തിഭദ്രമായ നിലപാടുകൾ ഉണ്ടാകണം. വിവേകം നമ്മളെ നയിക്കണം, വികാരം നമ്മെ നയിക്കരുത്. വികാരത്തിന് അടിപ്പെടരുത്. ഈ കലുഷിതമായ സാഹചര്യത്തിലും നിഷ്പക്ഷമതികളായ അല്ലെങ്കിൽ സൗഹാർദ്ദ അന്തരീക്ഷം നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ധാരാളം മുസ്ലിങ്ങളുണ്ട്. അപ്പൊ അവർക്ക് പോലും ഒരു തെറ്റായ സന്ദേശം കൊടുക്കുന്ന രൂപത്തിൽ നമ്മൾ മർദ്ദിതരാണ്, മധുരമികളാണ്, യാതൊരു സംശയമില്ല. അപ്പൊ നമ്മുടെ ആവേശത്തിന്റെ പുറത്ത് ചില വാക്കുകൾ, ചില നിലപാടുകൾ, ചില പ്രകടനങ്ങൾ, ചില പ്രക്ഷോഭങ്ങൾ ഇതിലേക്ക് നടത്തുമ്പോൾ അതൊരു തെറ്റായ ചിത്രം ഈ സൗഹാർദ്ദ അന്തരീക്ഷം ആഗ്രഹിക്കുന്ന ആളുകൾക്ക് കൊടുക്കുന്ന സാഹചര്യം വരരുത്. അപ്പൊ നമ്മൾ സോഷ്യൽ മീഡിയകളിൽ നമ്മുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ നിയമാനുസൃതമായി നമ്മളൊരു വിമർശനം അല്ലെങ്കിൽ ഒരു പ്രക്ഷോഭം നമ്മൾ നടത്തുകയാണെങ്കിൽ തന്നെ അതിലൊന്നും വൈകാരികതയ്ക്ക് അടിപ്പെടാതെ നമ്മുടെ രാജ്യത്തിന്റെയും നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്നവരുടെയും അവരുടെ ജീവിതത്തെ തടസ്സപ്പെടുത്തി ബുദ്ധിമുട്ടിച്ച് നമ്മുടെ ദീനിനും സമൂഹത്തിനും കേടുപാടുണ്ടാക്കുന്ന രൂപത്തിലുള്ള പ്രകടനങ്ങൾ നടത്തരുത്. തെറ്റായി വായിക്കപ്പെടും. മാത്രമല്ല, ചില പ്രകടനങ്ങൾ, പ്രക്ഷോഭങ്ങളിലൊക്കെ ഇതിപ്പോൾ ഇവിടെ മുസ്ലിങ്ങളുടെ പൊതു വിഷയമാണ്. ഇന്ത്യൻ മുസ്ലിങ്ങളുടെ വിഷയമാണ് വഖഫ് ബില്ല് കൊണ്ട് ഉണ്ടായിട്ടുള്ളത്. പക്ഷെ അതിൽ ചില ആളുകൾ അവരുടെ സമരത്തിൽ ഉയർത്തിക്കാണിക്കുന്നത് ചില പ്രത്യേക വിഭാഗക്കാരുടെ എന്ന് മാത്രമല്ല, ലോകത്തെ അറിയപ്പെട്ട ഫിത്നക്കാരുടെ ചിത്രങ്ങളാണ്. വലിയ കുഴപ്പത്തിന്റെ ആളുകളാണ്. ഹസനുൽ ബന്ന, സയ്യിദ് ഖുത്ബ് തുടങ്ങിയ നമുക്കറിയാം മുസ്ലിം പണ്ഡിതന്മാർ ഇവരെ കുറിച്ച് നിരൂപിച്ചത്. വലിയ കുഴപ്പത്തിന്റെ ആളുകൾ എന്നല്ല, ഒരുപാട് മുസ്ലിം ചെറുപ്പക്കാരെ തെറ്റായ ജിഹാദി പ്രവർത്തനങ്ങൾക്ക്, വിവേകരഹിതമായ ജിഹാദി പ്രവർത്തനങ്ങൾക്കും ഒരുപാട് അറബ് രാഷ്ട്രങ്ങളിൽ രക്തകലുഷിതമായ സാഹചര്യങ്ങൾ ഉണ്ടാക്കാൻ, രക്തചിന്തകൾക്ക് കാരണമായ ബുദ്ധിയുടെ ഉറവിടങ്ങളാണ് ഈ വ്യക്തികൾ. അതുപോലെ ചില നമ്മുടെ കേരളത്തിൽ എന്താണ് ഈ വഖഫുമായിട്ട് അവരുടെ പടമെടുത്ത കാര്യങ്ങളാണ് മനസ്സിലാകുന്നത്. ഈജിപ്തിലും മറ്റ് അറബ് രാഷ്ട്രങ്ങളിലൊക്കെ ഉള്ള ചില ഇത്തരം ബുദ്ധിജീവികളുടെ ചിത്രങ്ങൾ എടുത്ത് പിടിച്ചിട്ട് കോഴിക്കോട് എയർപോർട്ട് ഉപരോധത്തിന്റെ ചില ആളുകൾ അവരുടെ ചിത്രങ്ങളാണ് എടുത്ത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സമരത്തിലേക്ക് ഇറങ്ങിയത്. ഇത് ഏതെങ്കിലും ഒരു പ്രത്യേക പാർട്ടിക്ക് വേണ്ടി ഈ പ്രക്ഷോഭത്തെ ചുരുക്കുന്ന ഹിഡൻ അജണ്ടയാണ് ഈ ആളുകൾ നടത്തുന്നത്. ഇത് മുസ്ലിമീങ്ങളുടെ വിഷയമാണ്. അതിന് ചില പ്രത്യേക ബുദ്ധികളാണ്. കാരണം ഇനി ഇവരെ വിമർശിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇവർക്ക് ഈ ചിത്രങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഇവരുടെ പ്രക്ഷോഭങ്ങൾക്ക് എന്തെങ്കിലും നേരെ അവർക്ക് എതിരെ എന്തെങ്കിലും നടപടികൾ സ്വീകരിച്ചാൽ ഇവർ പറയുന്നുണ്ടോ? വഖഫ് നിയമത്തിനെതിരെ പ്രക്ഷോഭിച്ചപ്പോൾ, സമരത്തിൽ ഏർപ്പെട്ടപ്പോൾ മുസ്ലിമീങ്ങളെ അടിച്ചമർത്തുന്നു. ഇത് എല്ലാ മുസ്ലിമീങ്ങളും ഇവരുടെ ഇതിൽ പങ്കുകൊണ്ടിട്ടില്ല. ചില ആളുകൾ എടുക്കുന്ന നയം അത് മുസ്ലിമീങ്ങൾക്ക് ഒന്നടങ്കം വിനയായിത്തീരുന്ന സാഹചര്യത്തിൽ. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ തീരുമാനിക്കേണ്ടതും അതിൽ നിലപാടെടുക്കേണ്ടതും ഇത് ഉയർന്ന ഉന്നത തലത്തിലിരിക്കുന്ന ആളുകളാണ്. അതിന് നമ്മുടെ മുസ്ലിങ്ങളുടെ പൊതുവിഷയമായതുകൊണ്ട് എല്ലാ സംഘടനകളും കക്ഷി മത്സരവും മറ്റ് ആ വിഷയത്തിൽ മാറ്റി നിർത്തിയിട്ട് നമ്മുടെ ആശയ വ്യത്യാസങ്ങൾ ഉണ്ടാകും. തീർച്ചയായും അത് നിലനിൽക്കും, നമുക്ക് മാറ്റാൻ പറ്റില്ല. കാരണം ആദർശമാണ് മുഖ്യം. പക്ഷെ ഇത് മുസ്ലിം പൊതുവിഷയമായതുകൊണ്ട് അതിൽ ഒന്നിച്ചു നിൽക്കുകയും ഉചിതമായ തീരുമാനങ്ങൾ അവിടെ നിന്ന് നേതൃത്വം എടുക്കട്ടെ. പ്രത്യേകിച്ച് താഴെക്കടയിലുള്ള സാധാരണക്കാരായ നമ്മൾ ഈ വിഷയത്തിലൊക്കെ പക്വമായ ഒരു സമീപനം സ്വീകരിക്കേണ്ടതുണ്ട്. വൈകാരികത ഒരിക്കലും നമുക്ക് ഗുണം ചെയ്യില്ല. ഇപ്പോഴും അൽഹംദുലില്ലാഹ് കേരളത്തിൽ ഒരു സൗഹാർദ്ദ അന്തരീക്ഷം ബാക്കിയാണ്. അത് നിലനിൽക്കണം. നമ്മൾ ക്ഷമിക്കുകയാണെങ്കിൽ, ക്ഷമയിൽ എത്രത്തോളം നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും, ആ ക്ഷമയിൽ നമ്മൾ അവലംബിക്കുകയാണെങ്കിൽ തീർച്ചയായും അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകും. ഈ ഫാസിസ്റ്റുകൾ ഇവർ വർഗീയത കൊണ്ട് പിടിച്ചിരിക്കുന്നതാണ്. അതിന് അധികകാലം വില പോകില്ല. തീർച്ചയായും
ഇവരെ പിന്തുണയ്ക്കുന്ന ആളുകൾ തന്നെ ബുദ്ധിമുട്ടും. അവർ തലവേദനയായി തീരും. ഇത് അള്ളാഹുവിന്റെ നടപടികളിൽപ്പെട്ടതാണ്. അവർ ഏതൊരു തിന്മയ്ക്ക് അനീതിക്കാണോ ഒരു സമൂഹത്തെ ഉയർത്തിക്കൊണ്ടുവന്നത് അവർക്ക് ഭാരമായി തീരും. ഈ നേതൃത്വത്തെയും ഈ പാർട്ടിയെയും ആ ജനങ്ങൾ അവഗണിക്കുന്ന ഒരു കാലം അത് വിദൂരമല്ല. ഇൻഷാ അല്ലാഹ് അതുണ്ടാകും. അത് ജനങ്ങൾ അവർക്കെതിരെ തിരിയുകയും ഇവരെ കൊണ്ട് ബുദ്ധിമുട്ടുകയും ചെയ്യും. കാരണം നമുക്കിപ്പോ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും രാജ്യം പല നിലയ്ക്കും താഴോട്ട് ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തൊഴിലില്ലായ്മയും വിഭവങ്ങളുടെ വിലവർദ്ധനയും അതുപോലെ തന്നെ മറ്റു സാമൂഹിക അരക്ഷിതാവസ്ഥകളും കുറ്റകൃത്യങ്ങളും ലഹരിയും ഇതെല്ലാം കൊണ്ട് സമൂഹം അരാജകത്വത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിന്റെ ഇടയിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി കുറച്ച് വർഗീയത വരണം. അപ്പൊ നമ്മളും തിരിച്ച് പ്രതികരിക്കേണ്ടത് അങ്ങനെ ആകരുത്. നമുക്ക് ഇസ്ലാമികമായി എന്താണ് നമുക്ക് പറയാനുള്ളത്? നമ്മുടെ ദീനും ഇത് മുറുകെ പിടിക്കാൻ, ദീനിന്റെ വിഷയത്തിൽ യാതൊരു അഡ്ജസ്റ്റ്മെന്റും വീഴ്ചയില്ല. നമുക്കറിയാം എങ്ങനെയാണ് ഇതര മതസ്ഥരോട് സഹവർത്തിക്കേണ്ടത്. അത് അല്ലാഹു തആല ഖുർആനിൽ ഉപദേശിച്ചിട്ടുണ്ട്. ആ സാഹചര്യങ്ങൾ അനുസരിച്ച് നമ്മൾ അവരോടും മാന്യമായി തന്നെ നമ്മൾ പെരുമാറും. അപക്വമായ ഓരോ സംസാരവും പ്രവർത്തനവും പ്രക്ഷോഭങ്ങളും ഉണ്ടാകാതെ ഇരിക്കുക.